ഹലോ ഗൈസ്. അപ്പോൾ ശരിക്കും ഇന്ന് രാവിലെ നല്ലൊരു മടി പിടിച്ച ദിവസമെന്ന് തന്നെ പറയാം. ഞാൻ രാവിലെ ഒരു 6:30 ആയപ്പോൾ അലാറം വെച്ച് എഴുന്നേറ്റ് സെറ്റിൽ വന്നിട്ട് വീണ്ടും ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അങ്ങനെ 7:30 ആയി. ഒരു പ്ലാനിങ്ങും ഇല്ല. രാവിലെ ദേ ഒന്ന് സ്കൂളിൽ പോകണം, എന്ത് ചെയ്യണം ഒന്നുമില്ല. മൈൻഡ് അങ്ങ് ബ്ലാങ്ക് ഔട്ട് ആയതുപോലെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും റൈസ് കുക്കറിൽ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇച്ചിരി എഗ് റൈസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ എഗ് റൈസിന് വേണ്ടിയിട്ട് എല്ലാ അരിഞ്ഞൊക്കെ വെച്ചിട്ട് ഞാൻ വന്ന് ദേവുവിൻ്റെ യൂണിഫോമൊക്കെ അങ്ങ് അയൺ ചെയ്ത് കൈയോടെ. അപ്പോഴത്തേക്ക് ചായക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചായ അവിടെ നിന്ന് ആവുന്നുണ്ട്. പിന്നെ അരിയും വേവുന്നുണ്ട്. നമുക്ക് നല്ല വേവുള്ള അരിയാണെന്ന് തോന്നി ഈ പ്രാവശ്യം കിട്ടിയത്. തലേന്ന് രാത്രി ഞാൻ 9 മണിക്കൊക്കെ മുമ്പേ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കും. പക്ഷേ എന്നിട്ടും രാവിലെ ആകുമ്പോഴും അരി നല്ല കല്ലിച്ച് തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഗ്യാസിലിട്ട് തിളപ്പിച്ചാലേ അരി വേവുന്നുള്ളൂ. അങ്ങനെ പിന്നെ യൂണിഫോം ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കേർട്ടും ടീഷർട്ടും ഒക്കെയാണ്. ഈ വെള്ള സ്കേർട്ടൊക്കെ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോകുമ്പോൾ നല്ല വെള്ളയായിട്ട് പോകും. തിരിച്ച് വരുമ്പോൾ അതിലില്ലാത്ത കറകളൊന്നും കാണില്ല. അലക്കാനെടുക്കുന്നതായിട്ട് കഷ്ടപ്പാടാണ്. ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം അത് അലക്കി വെളുപ്പിച്ചെടുക്കുന്നത്. കാരണം അമ്മാതിരി ചെളിയായിരിക്കും. അതുപോലെ തന്നെയാണ് സോക്സും അതുപോലെ തന്നെയാണ്. പിന്നെ ഞാൻ തിരിച്ച് അടുക്കളയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ആക്കണ്ടേ. ബ്രേക്ക്ഫാസ്റ്റിനപ്പം ചപ്പാത്തിക്കൊന്നും സമയമില്ല. ഞാൻ ആട്ടിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കരുതി ഓട്സ് കാച്ചാമെന്ന്. അങ്ങനെ ഓട്സിനും അടുപ്പത്തോട്ട് വെച്ചിട്ടും അരി വേവുന്നുണ്ടോ എന്ന് ഞാൻ കൂടെ കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അരി ഏകദേശം ഒന്ന് വെന്ത്, എന്നാലും നല്ല അങ്ങ് നമ്മൾ പാകത്തിനങ്ങ് വെന്തില്ല. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ വേവിനങ്ങ് ഊറ്റിയിട്ടിട്ടുണ്ട്. ഊറ്റിയിട്ടിട്ട് ഞാൻ പോയി ദേവുവിനെ വിളിക്കുന്നുണ്ട് ഇടയ്ക്കൂടെ. അങ്ങനെ ദേവുവിന് തണുപ്പ് കാരണമാണ് തോന്നുന്നത്, അവൾക്ക് നല്ല ഉറക്കം പിടിച്ചൊന്ന് താമസിച്ചാൽ ഞാൻ വെച്ചെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അവളിങ്ങനെ നമ്മൾ ചെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മ 5 മിനിറ്റ് അമ്മ 10 മിനിറ്റ് അമ്മ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ കരുതി 5 മിനിറ്റ് കൂടെ അവൾ കിടക്കട്ടെ എന്ന്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. ശരിക്കും ഒരു മൂഡില്ല. എന്തോ മൈൻഡൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ഔട്ട് ആയിട്ട് തന്നെ അപ്പോഴും നിൽക്കുകയാണ്. ആ ഒരു ഉണർവ് അങ്ങോട്ട് വന്നില്ല. ഒന്നും ചെയ്യാനുള്ള ആ ഒരു മറ്റേത് ചെയ്യുമ്പോൾ എല്ലാം നല്ല സ്പീഡിന് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും വന്നില്ല. പിന്നെ ഞാൻ എഗ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചട്ടി ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. നെയ്യ് ചേർക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് സവാള, കുറച്ച് തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെന്ന് പറയുന്നത് കുറച്ച് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി വരുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടിയല്ല പെരുംജീരകപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും. ഇതിനകത്ത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതെല്ലാം കുറച്ച് കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ദേവുട്ടനായതുകൊണ്ട് തന്നെ ഒരു അധികം എരിയായി കഴിഞ്ഞാൽ പിന്നെ അവളത് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്താൽ പൊടികളുടെ എല്ലാം പച്ച മണം മാറി വരുന്ന സ്റ്റേജ് ആകുമ്പോൾ വേണം നമ്മൾ 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും നോക്കണം. സാധാരണ ഞാൻ പൊട്ടിച്ചൊഴിച്ച് നോക്കിയിട്ടാണ് ഒഴിക്കുന്നത്. ഡയറക്റ്റ് അതിലോട്ട് ഒഴിച്ച് എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നാടൻ മുട്ട ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതിലൊരു ബ്ലഡ് കോട്ട് പോലെ ചില സമയത്ത് കാണാറുണ്ട്. പക്ഷേ എന്തായാലും ഞാനത് സൂക്ഷിച്ചു, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് മിക്സ് ചെയ്ത് നമ്മളിൽ തോരൻ പോലെ ആക്കി എടുത്തതിന് ശേഷം അതിലൂടെ നമ്മൾ വേവിച്ച് വെക്കുന്ന ചോറാണ് തട്ടുന്നത്. ഇപ്പം ഞാൻ 3 സ്പൂണാണ് തട്ടുന്നത്. ഞാൻ 2 മുട്ട, കാരണം മുട്ടയുടെ ടേസ്റ്റ് ഇത്തിരി മുന്നിൽ നിന്നാൽ ദേവു ഇത്തിരി കഴിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 സ്പൂൺ ചോറ് തട്ടുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞ് കമന്ന് വീണതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം കുഞ്ഞ് ഇവിടെ കമന്ന് കളിക്കണം. അതാണ് ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ സൗണ്ട് വരുന്നത് കേട്ടോ. കുഞ്ഞിപ്പം കൂടെ കമന്ന് വീണിട്ട് കിടന്ന് ബഹളം വെക്കും. ഇന്നലെയാണ് ആൾ ആദ്യമായിട്ട് കമന്ന് വീഴുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ചോറ് നന്നായ രീതിയിൽ അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അവളെ പോയി വിളിച്ചുണർത്തി കുളിപ്പിച്ച് എല്ലാം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അവൾക്കിന്ന് വെറൈറ്റി രീതിയിൽ മുടി വെട്ടണം. അങ്ങനെയാണ് ദേവുവിന് ചില സമയത്ത് നമ്മൾ സമയമില്ലാത്ത സമയത്ത് ദേവുവിന് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ചില സമയത്ത് വരാറുണ്ട്. അങ്ങനെ പിന്നെ മുടിയൊക്കെ കുറേ ക്ലിപ്പൊക്കെ കുത്തി അങ്ങനെ സുന്ദരിമണിയാക്കി അവളെ അങ്ങനെ സ്കൂളിലോട്ട് അയക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം.